ഇന്ത്യ ചരിത്രത്തിന്റെ മഹിതമായ ആത്മീയ പാരമ്പര്യം എഴുതിയ കാൾസൺ പ്രഭു എഴുതിയ ഒരു പുസ്തകമുണ്ട്. ഞാൻ എന്തിനാണ് ഈ വേദിയിൽ അമുസ്ലിമായ ഒരാളെ ഉദ്ധരിക്കുന്നത് എന്ന് വെച്ചാൽ, സുന്നികൾ പറഞ്ഞാ വിശ്വസിക്കാത്ത ചില ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം പോലുമല്ലാത്ത അമുസ്ലിമായ ഇന്ത്യക്കാരൻ പോലുമല്ലാത്ത ഒരാളെ ഞാൻ ഉദ്ധരിക്കുന്നത്. അയാൾ പറയാണ്, India ruled by a grave since 6th century. The king of India, Khaja Mu'inuddin Chishti al-Ajmer. India ruled by a grave. ഇന്ത്യ നിയന്ത്രിക്കുന്നത് ഒരു ഖബറാണ്. ഗ്രേവ്. ഇന്ത്യ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയല്ല. ഇന്ത്യ മഹാരാജ്യത്ത് കടന്നുപോയ ഒരു പ്രധാനമന്ത്രിമാരുമല്ല. ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് ഒരു ഖബറാണ്. 6th century 6 നൂറ്റാണ്ട് കാലമായിട്ട്. അതാ പുസ്തകരചനയുടെ കാലഘട്ടമാണ്. ഇപ്പോഴങ്ങനെ 6 നൂറ്റാണ്ടൊന്നുമല്ല. ആരാണ് അയാൾ? ദ കിങ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാജാവ്. കിങ് എന്ന വാക്കാണ് ബ്രിട്ടീഷുകാരനായ കാൾസൺ പ്രയോഗിച്ചത്. കിങ്. ഇവിടെ ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുമ്പോ പറയാറുണ്ട്, സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഇന്ത്യയുടെ രാജാവ്, അവരാണ് ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് എന്ന് ജവഹർലാൽ നെഹ്റു ഒഴികെയുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ച സകല പ്രധാനമന്ത്രിമാരും, ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനമന്ത്രി വരെ രാജസ്ഥാനിലെ അജ്മീറില് താമർ സമർപ്പിക്കാൻ വേണ്ടി അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പോ ശേഷമോ പോയിട്ടുണ്ട് അജ്മീറിലേക്ക്. എന്തിന്? ഖാജ മുഈനുദ്ദീൻ തങ്ങള് ഇന്ത്യയുടെ ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നയാളല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആളല്ല, ഇന്ത്യയുടെ പ്രസിഡന്റായ ആളല്ല, ഇന്ത്യയുടെ ഏതെങ്കിലും സ്റ്റേറ്റിലെ ഗവർണറായ ആളല്ല, ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കറായ ആളല്ല, വൈസ് പ്രസിഡന്റായ ആളല്ല. അന്നാസാഗരം എന്ന് പറയുന്ന തടാകത്തെ തന്റെ ഒരു മനസ്സിന്റെ മന്ത്രം കൊണ്ട് വറ്റിച്ചു കളഞ്ഞ, പിന്നെ ഒരു കോപ്പ വെള്ളം കൊണ്ട് നിറഞ്ഞു കവിപ്പിച്ച, അതേ ആയിരക്കണക്കിന് അല്ലയല്ല ലക്ഷക്കണക്കിനായ ആളുകളെ വാളിന്റെ ശീൽക്കാരം കൊണ്ടല്ല, ഒരു മൗനമന്ദസ്മിതം കൊണ്ട്, ഒരു ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ മനോഹര മനോജ്ജമായ പുഞ്ചിരി കൊണ്ട് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തിയ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീർ, ആ തങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ് ആളുകളും, രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും വിദേശ രാഷ്ട്ര തലവന്മാരും. എന്താ കാരണം? ഇന്ത്യയുടെ രാജാവ് അവരാണ്. ആൻ മേരി ശിമ്മൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്, ചെറുപ്പക്കാരാ.